ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 1ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days and 2 nights. എന്താണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത്? 3 പകലുകളും അതുപോലെ 2 രാത്രിയുമായിരുന്നു അല്ലേ. മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ടോമിയോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ട്രിപ്പ്. ആ ട്രിപ്പിൻ്റെ സമയത്ത് ടോമിയോ സ്റ്റുഡൻസ് ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റാണ്. നമുക്ക് ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്. അവരെന്താണ് ഷിപ്പിൽ പോയി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? ഷിപ്പിൽ കയറിയപ്പോൾ അവരുണ്ടായത് ഇൻസ്പെക്റ്റഡ് ദ ഡെക്ക് ഓഫ് ദ ഷിപ്പ്. ആ ഷിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അരിച്ചു പെറുക്കുക അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുക, ഓരോന്നും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അവർ ചെയ്തത്. 3ാമത്തേത്, പുൾഡ് അറ്റ് ആൻഡ് പോക്ഡ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവ്രിത്തിങ്. അവർ എല്ലാതും വലിച്ചു നോക്കുകയും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൈയിട്ട് നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എന്താ ഉണ്ടായത്? ടുക്ക് എ ഹോട്ട് ബാത്ത് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ്. ഹോട്ട് സ്പ്രിങ്ങിൽ അവരൊരു നല്ല ചൂടുവെള്ളത്തിലുള്ള ഒരു ബാത്താണ് അവരെടുത്തത്. അതിനുശേഷം ടോൾഡ് ഗോസ്റ്റ് സ്റ്റോറീസ് അറ്റ് നൈറ്റ്. രാത്രി ആയപ്പോൾ അവർ ഗോസ്റ്റിൻ്റെ സ്റ്റോറീസ് ഒക്കെ പറയാൻ വേണ്ടി തുടങ്ങി. സ്വാം എബൌട്ട് ഇൻ ദ സീ. അതുപോലെ തന്നെ സീയിലൊക്കെ അവർ എന്ത് ചെയ്തു? സ്വാം ചെയ്യുകയൊക്കെ ചെയ്തു. ദെൻ അതിനുശേഷം റാൻ ഡൗൺ ടു ദ ബീച്ച് ടു സീ ദ വുഡൻ ബോട്ട്. വുഡൻ ബോട്ട് കാണാൻ വേണ്ടിയിട്ട് അവർ ആ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. ബീച്ചിൽ നിന്ന് ആ വുഡൻ ബോട്ടൊക്കെ അവർ കണ്ടു. ദെൻ ടുക്ക് എ സുനിയർ ഫോട്ടോഗ്രാഫ്. അവരൊരു ഫോട്ടോഗ്രാഫ്, നല്ല എന്നും ഓർമ്മിക്കാനുള്ള ഒരു ഫോട്ടോഗ്രാഫ് അവർ എടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ള 2, 4, 5, 7, 8 അത് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇനി തൊട്ട് താഴെ യു മൈറ്റ് ഹാവ് ഗോൺ എ ടൂർ ഫ്രം സ്കൂൾ ഓർ വിത്ത് ഫാമിലി. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കാം. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ ടൂർ. ആ ടൂറിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാം. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് നമുക്ക് മാറ്റി എഴുതുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. ബോട്ട് റൈഡ്സ് അല്ലേ, ബോട്ട് റൈഡ്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ബോട്ട് റൈഡ് ചെയ്യും. ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ക്രാഫ്റ്റ് ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യും. അതുപോലെ ടുക്ക് ഫോട്ടോസ് വിത്ത് ഫാമിലി. ഫാമിലിയുമായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കും. ഷോപ്പിംഗ് വിത്ത് കസിൻസുമായിട്ട് എന്ത് ചെയ്യും? ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. ഇനി ഷോപ്പിംഗ് വിത്ത് കസിൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലേ. സ്കൂളിൽ നിന്നാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ്. So let's move the second activity. Rearrange the following events for the hot spring trip in the correct order. താഴെ തന്നിട്ടുള്ള ഇവൻസിനെ നമ്മൾ ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വരേണ്ടത് ദ ചിൽഡ്രൻ അസംബ്ൽഡ് അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. എന്താണ്? അവർ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്യുന്നു, അസംബിൾ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അതിനുശേഷം സെക്കൻഡായിട്ട് വരേണ്ടത് ഏതാണ്? സെക്കൻഡായിട്ട് വരേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള 5th ഇവൻസ് ആണ്. ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻസ് ടു ദ ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. സീയിലേക്ക് പോകുന്നതിന് മുന്നേ ഹെഡ് മാസ്റ്റർ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. ദെൻ തേർഡ് എന്ന് പറയുന്നത് ദേ എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ് എന്നുള്ളതാണ് തേർഡായിട്ട് വരേണ്ടത്. ഫോർത്ത് എന്ന് പറയുന്നത് ദ സീ ബിക്കെയിം റഫ് ആൻഡ് ടോട്ടോജാൻ ആൻഡ് സം അതേഴ്സ് ബിഗെയിൻ ടു ഫീൽ ഇൽ. എന്താണ്? ടോട്ടോജാനും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ സീയുടെ ഒരു ഉൾക്കടലിലെത്തിയപ്പോൾ അവർക്ക് വളരെയധികം അസ്വസ്ഥത ഫീൽ ചെയ്തു എന്നാണുള്ളതാണ് നെക്സ്റ്റ് വരേണ്ടത്. അതിനുശേഷം 5th ആയിട്ട് വരേണ്ടത് ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ടു ദ സീ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ടീച്ചേഴ്സ് അവരെന്ത് ചെയ്തു? കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ 5th കഴിഞ്ഞു. ഇനി 6th വരേണ്ടത് ദ ചിൽഡ്രൻ എൻജോയ്ഡ് ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ് ടു ദ അറ്റ്മോസ്റ്റ്. എന്താണ്? അവർ ആ ഒരു കുട്ടികളെല്ലാവരും ആ സീയിൽ ഇറങ്ങിയിട്ടുള്ള ഹോട്ട് ബാത്ത് വളരെയധികം എൻജോയ് ചെയ്തു എന്നുള്ളതാണ് നെക്സ്റ്റ് വരേണ്ടത്. 7th വണ്ണായിട്ട് വരേണ്ടത് ദ മാൻ ഹൂ വാസ് ബിൽഡിങ് എ
both gave Toto-chan a very long കേളി വുഡ് ഷേവിങ്. എന്താണ്, അവർ ആ ഒരു ടോട്ടോ-ചാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ആ ബോട്ട് ഉണ്ടാക്കുന്ന അവിടെ എത്തുകയും അവർക്ക് ആ ഒരു ബോട്ടിനെയൊക്കെ തൊടാനുള്ള അവസരമൊക്കെ കൊടുത്തു. അതാണ് അടുത്തതായിട്ട് വരേണ്ടത്. ദെൻ ലാസ്റ്റ് വരേണ്ടത് ദ ചിൽഡ്രൻ വെർ എക്സൈറ്റഡ് അറ്റ് ദ ഫോട്ടോ സെഷൻ. കുട്ടികളെല്ലാവരും ഫോട്ടോ സെക്ഷനിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് പേജിലായിട്ട് നമുക്കിത് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1ഉം 5ഉം അതുപോലെ തന്നെ 8ഉം എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ നമ്പർ പ്രകാരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി തേർഡ് ആക്ടിവിറ്റിയാണ് നോക്കാനുള്ളത്. മോം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ് ഷി ആസ്ക്ഡ് ഹെസിസ്റ്റൻ്റ്ലി. എന്താണ്, നമ്മുടെ ടോട്ടോ-ചാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് ഞാനും കൂടെ ട്രിപ്പിന് പോയിക്കോട്ടെ. വാട്ട് വുഡ് ബി ലൈക്ക് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഡോട്ടർ ദെയർ ആഫ്റ്റർ. എന്താണ്, അതിനുശേഷം ടോട്ടോ-ചാനും മദറും കൂടെയുള്ള കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടോ-ചാൻ ചോദിക്കുകയാണ് മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഞാൻ ഈ ട്രിപ്പിന് പോയിക്കോട്ടെ. മദർ എന്താ പറയുക, ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്, യു ആർ ക്വിറ്റ് യങ് ആറിൻറ്റ് യു. എന്താണ്, ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പിനാണോ, നീ ചെറുതല്ലേ, നിനക്ക് പോണോ എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ടോട്ടോ-ചാൻ എന്താ പറയുക, യെസ് മോം എവ്രി വൺ ഈസ് ഗോയിങ്. എനിക്ക് പോകണം, എല്ലാവരും പോകുന്നുണ്ടെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ അമ്മ പറയാണ്, മദർ പറയാണ്, വെൽ ഐ ഹാവ് ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ. എനിക്ക് ഓൾറെഡി ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടോ-ചാൻ പറയാണ്, ഹോ സോ ഐ ആം ഗോയിങ് റൈറ്റ്. അപ്പോൾ ഞാൻ പോവില്ലേ, ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ മദർ പറയുക, യെസ് ബട്ട് ഇറ്റ് ഈസ് എ ലോങ് ട്രിപ്പ്. ഓക്കെ, നീ പൊക്കോ, പക്ഷേ എന്താണ്, ഇത് വലിയ ട്രിപ്പാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണല്ലേ. അപ്പോൾ ടോട്ടോ-ചാൻ പറയാണ്, ഇറ്റ്സ് നോ പ്രോബ്ലം മോം. അതൊരു പ്രശ്നമല്ല അമ്മേ, ടീച്ചർ വിൽ ടേക്ക് കെയർ ആസ്. ടീച്ചർ ഞങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും, നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന് പറയാണ്. അപ്പോൾ മദർ പറയാണ്, ഓക്കെ ഡിയർ യു ഷുഡ് സ്റ്റേ ക്ലോസ് ടു യുവർ ടീച്ചർ ഓൾവേസ് എവറി ടൈം. എന്താണ്, നീ എപ്പോഴും നിൻ്റെ ടീച്ചറുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് അമ്മ മകളോട് പറയാണ്. അപ്പോൾ ടോട്ടോ-ചാൻ പറയാണ്, ഓക്കെ മോം ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. അപ്പോൾ മദർ പറയാണ്, ഗുഡ് പാക്ക് യുവർ തിങ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോളൂ. ടോട്ടോ-ചാൻ പറയാണ്, യെസ് താങ്ക് യു സോ മച്ച് മോം. ഓക്കെ, താങ്ക് യു, വളരെയധികം നന്ദി എന്ന് പറയാണല്ലേ. പിന്നെയും അമ്മ പറയാണ്, ബി കെയർഫുൾ ഓൾവേസ് ഡിയർ. നീ എപ്പോഴും നല്ല കെയർഫുൾ ആയിരിക്കണം എന്ന് പറയാണല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ടോട്ടോ-ചാനും മദറും തമ്മിൽ നടക്കാനിടയുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 4ലേക്ക് കടക്കാം. ടോട്ടോ-ചാൻ had an intense desire to join the school tour to the hot spring. She came home from school one day and asked her mother, may I go for the trip. എന്താണ്, ടോട്ടോ-ചാന് ആ ഒരു ട്രിപ്പിൽ, സ്കൂളിലെ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അങ്ങനെ അവൾ വീട്ടിലെത്തിയതിന് ശേഷം അവളുടെ മദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഞാൻ ആ ട്രിപ്പിന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. Have you had such an experience seeking permission from your parents or teachers or friends to get or do something? എന്താണ്, നിങ്ങൾക്കും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലേ, ഒരാളുടെ അടുത്ത് നിന്ന് സീക്കിംഗ് പെർമിഷൻ ചോദിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി അത് ആരുടെ അടുത്തായിരിക്കും, ടീച്ചേഴ്സിനായിട്ടായിരിക്കും, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. ചിലപ്പം എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ വേണ്ടി ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ടാവും അല്ലേ. ഹൗ ഡു യു സീക്ക് പെർമിഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ ഒരു പെർമിഷൻ ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുക. ഒന്നെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓഫ് മേ ഐ, അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, നമ്മൾ ടോട്ടോ-ചാൻ ഉപയോഗിച്ചിട്ടുള്ളത് മേ ഐ ഗോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ മേ ഐ എന്നുള്ളതാണ് അവിടെ സീക്കിംഗ് പെർമിഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, എക്സ്പ്രഷൻ ലൈക്ക് ക്യാൻ ഐ, എന്താണ് ക്യാൻ ഐ എന്ന് ചോദിച്ചിട്ട് ക്യാൻ ഐ ഗോ എന്ന് ചോദിക്കാം അല്ലേ. അതുപോലെ തന്നെ ഷോൾ ഐ ആർ ഓൾസോ യൂസ്ഡ്. അതുപോലെ മേ ഐ എന്നതിന് പകരം നമുക്ക് ക്യാൻ ഐ എന്ന് ഉപയോഗിക്കാം, ഷോൾ ഐ എന്ന് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ സീക്കിംഗ് പെർമിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിന് താഴെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടീച്ചർ, മേ ഐ കമ്മിങ്. എന്താണ്, ടീച്ചറെ ഗുഡ് മോർണിംഗ്, മേ ഐ കമ്മിങ്, ഞാൻ കടക്കട്ടെ, ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ള പെർമിഷനാണ് അവിടെ മേ ഐ കമ്മിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള യൂസേജ് ഏതാണ്, മേ ഐ എന്നുള്ളതാണ് അല്ലേ. ഇനി അതിന് താഴെ നോക്കൂ, മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ പ്ലീസ്. എന്താണ്, ഞാൻ നിൻ്റെ ഈ ബോട്ടിൽ എടുക്കട്ടെ, വാട്ടറിൻ്റെ ഈ ബോട്ടിൽ എടുക്കട്ടെ. അവിടെ ഉപയോഗിച്ചിട്ടുള്ളതും മേ ഐ എന്ന് തന്നെയാണ്, മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ. ഓക്കെ, ഇനി തൊട്ടടുത്ത പേജിൽ നോക്കൂ. അടുത്ത കോൺവെർസേഷൻ എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ. കുട്ടി ചോദിക്കുകയാണ്, ടോട്ടോ-ചാൻ ചോദിക്കുകയാണ്, ടോട്ടോ-ചാനോ ഒരു കുട്ടിയോ, എക്സ്ക്യൂസ് മീ മേ ഐ ഗോ ഔട്ട്. എന്താണ്, എക്സ്ക്യൂസ് മീ ഞാനൊന്ന് പുറത്ത് പോവട്ടെ, മേ ഐ ഗോ ഔട്ട്, ഞാനൊന്ന് പുറത്ത് പോകട്ടെ. അപ്പോൾ എന്താ പറയുന്നത്, ഐ ആം അഫ്രൈഡ് യു കാൺ നൗ. എന്താണ്, എനിക്ക് പേടിയാണ്, യു കാൺ നൗ, നിനക്കിപ്പോൾ പോകാൻ പറ്റില്ല, യു കാണ്ട്.
നിനക്കിപ്പോൾ പറ്റില്ല, നൗ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറയാനല്ലേ. ഇനി അടുത്തത് നോക്കൂ, അതിന് താഴെയുള്ളത് ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ. അവിടെ എന്താണ് ക്യാൻ ഐ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ക്യാൻ ഐ യൂസ്, ഞാൻ നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിച്ചോട്ടെ. ഐ എം സോറി മൈ വർക്ക് ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. എന്താണ് സോറി, എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ അതിനർത്ഥം നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മേ ഐ അതുപോലെ തന്നെ ക്യാൻ ഐ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് താഴെയുള്ള ആക്ടിവിറ്റി നോക്കാം. ഈ താഴെ നോക്കൂ, ദർ ആർ വേരിയസ് വേ ടു ഗീവ് ഓർ റെഫ്യൂസ് പെർമിഷൻ, ഫൈൻഡ് ഔട്ട് മോർ. എന്താണ് നമുക്ക് പെർമിഷൻ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് വേസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിനെ റെഫ്യൂസ് ചെയ്യാനും. റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരസിക്കുക. ഇപ്പം ഞാൻ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാൻ നമുക്ക് വേണ്ട എന്നല്ല ഒരുപാട് രൂപത്തിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ റെഫ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് യൂസേജുമുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയും ഓഫ് കോഴ്സ്, തീർച്ചയായും ചെയ്തോളൂ എന്ന അർത്ഥത്തിൽ പറയും. അതുപോലെ തന്നെ ഷുവർ, തീർച്ചയായിട്ടും. നോ പ്രോബ്ലം, എന്താണ് ഞാൻ പൊക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പം അതിൻ്റെ അർത്ഥം ഓക്കെ, നീ അത് ചെയ്തോ എന്നുള്ള അർത്ഥത്തിലാണല്ലേ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാം അബ്സല്യൂട്ട്ലി. അബ്സല്യൂട്ട്ലി നീ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ. സെർട്ടൻലി, ഷുവർ, പ്ലീസ് ഡു. ഷുവർ, ഉറപ്പാണ് നീ ചെയ്തോളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യം ചെയ്തോ എന്ന് പറയാനുള്ളതാണ് നമ്മൾ ഓഫ് കോഴ്സ്, ഷുവർ, നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി, സെർട്ടൻലി, അതുപോലെ തന്നെ ഷുവർ, പ്ലീസ് ഡു എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തത് അതിനെ റെഫ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് സോറി, നോ, പ്ലീസ് ഡോണ്ട്. എന്താണ് വേണ്ട, നീ ഇപ്പോൾ ചെയ്യണ്ട. ഐ ആം അഫ്രേഡ് യു കാണ്ട്, എനിക്ക് പേടിയാണ്, ഇപ്പോൾ വേണ്ട, നീ ചെയ്യണ്ട, നിനക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. നോ യു മേ നോട്ട്, എന്താണ് വേണ്ട, ഇപ്പോൾ വേണ്ട എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എന്താണ് ഇതൊരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഐ എം നോട്ട് ഷുവർ, എന്താണ് എനിക്കിതിൽ ഉറപ്പില്ല എന്ന് പറയുന്നതും റെഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് എന്താണ് പെർമിഷൻ കൊടുക്കുന്നതും റെഫ്യൂസ് ചെയ്യുന്നതുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കൂ, ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ ഫെസ്റ്റിവൽ, വാട്ടർ തീം പാർക്ക്, എക്സിബിഷൻ ഗ്രൗണ്ട്, യു മീറ്റ് യുവർ ഫ്രണ്ട്സ് ദർ. എന്താണ് നിങ്ങൾ ഒരു ഫെസ്റ്റിവലിലോ വാട്ടർ തീം പാർക്കിലോ അതുപോലെ തന്നെ എക്സിബിഷൻ ഗ്രൗണ്ടിലോ ആണെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ദ ടേബിൾ, താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ സീക്കിംഗ് പെർമിഷൻ ഫോർ ഹും റെസ്പോൺസ്, എന്താണ് പെർമിഷൻ ചോദിക്കുക, ആരോടാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ്, ഇത് മൂന്നുമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, ക്യാൻ ഐ കീപ് മൈ ബാഗേജ് ഹിയർ, എൻ്റെ ബാഗേജ് ഞാനിവിടെ കീപ്പ് ചെയ്തോട്ടെ, ഞാനിവിടെ വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ആരെടുത്താണ്? ക്ലോക്ക് റൂം കീപ്പർ എടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റീപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഓഫ് കോഴ്സ് യു ക്യാൻ, ഓക്കെ തീർച്ചയായും നിങ്ങൾ വെച്ചോളൂ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ഇനി അടുത്തത് നോക്കൂ, മേ ഐ ടേക്ക് ദ ടിക്കറ്റ്, ഞാൻ ടിക്കറ്റ് എടുത്തോട്ടെ. ആരെടുത്താണ്? ഫ്രണ്ടിൻ്റെ അടുത്താണല്ലേ, ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നത്, ഞാൻ ടിക്കറ്റ് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഷുവർ, ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഷുവർ എന്ന് ഉപയോഗിക്കാം. ഇനി അടുത്തത്, ഷാൽ ഐ ഗോ ടു ദ പൂൾ, ഞാൻ പൂളിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ടീച്ചർ അടുത്താണ് ചോദിക്കുന്നത്. എന്താ പറയുക റെസ്പോൺസ് ആയിട്ട്? യെസ് ഓഫ് കോഴ്സ് എന്ന് നമുക്ക് റെസ്പോൺസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കൂ, യു ക്യാൻ സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്. നമ്മൾ പ്ലീസ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള നമുക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ പ്ലീസ്, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് യൂസ് ചെയ്യട്ടെ. ആരടുത്താണ്? ഫ്രണ്ടിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ആൻസർ എന്ത് പറയാം? റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഓഫ് കോഴ്സ്, തീർച്ചയായും എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ബാക്കി കുറച്ച് എഴുതണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, മേ ഐ ബോറോ യുവർ പെൻ പ്ലീസ്, ഞാൻ നിൻ്റെ പെന്നൊന്ന് കടമായിട്ട് എടുത്തോട്ടെ. അപ്പോൾ എന്താ പറയുക? മദർ പറയാണ് അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും നീ എടുത്തോളൂ എന്ന് പറയുകയാണല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ അടുത്താണ് അടുത്ത് ചോദിക്കുന്നത്, ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ പ്ലീസ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് എന്താ പറയുക? ഷുവർ, നീ ചോദിച്ചോളൂ എന്ന് പറയും. അതുപോലെ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഷാൽ ഐ ഷാർപ്പൻ യുവർ പെൻസിൽ പ്ലീസ്, ഞാൻ നിങ്ങളുടെ പെൻസിൽ ഒന്ന് ഷാർപ്പൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫാദർ എന്താ പറയേണ്ടത്? യെസ് യു ക്യാൻ, നീ ചെയ്തോളൂ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെ നമുക്ക് പെർമിഷൻ ഒരാളെടുത്ത് ചോദിക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്ലീസ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാൻ പറ്റും, അതിൻ്റെ റെസ്പോൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മേ ഐ ഉപയോഗിക്കാം, ക്യാൻ ഐ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഷാൾ ഐ എന്നും ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ്. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ്. താഴെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
How about a souvenir photograph? Asked the headmaster when they were getting ready to leave. അവർ പോകാൻ സമയത്ത് ഹെഡ്മാസ്റ്റർ അവരുടെ അടുത്ത് ചോദിച്ചു നമുക്ക് നല്ല ഒരു ഫോട്ടോഗ്രാഫ് എടുത്താൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു അല്ലേ. They had never had a photograph taken all of them together and the children were excited at the idea. ആക്ച്വലി അവർ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ പോലും അവരിതുവരെ ഇത്തരത്തിലുള്ള എല്ലാവരും കൂടി ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഐഡിയ വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നിയിരുന്നു. The excited students busied themselves before the photo session. ഫോട്ടോ സെഷന് മുന്നേ ആയിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും എന്താണ് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. അവർ ഒരുപാട് കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. Can you imagine and write them some of the things they might have done? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് അവരെന്തൊക്കെയാവും ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റുഡൻറ്റ് ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. എന്താണ് ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് പോയി. സം സ്റ്റുഡൻസ് കോംഡ് ദെയർ ഹെയർ. കുറച്ച് സ്റ്റുഡൻസൊക്കെ അവരുടെ മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? സം സ്റ്റുഡൻസ് അഡ്ജസ്റ്റഡ് ദെയർ യൂണിഫോം. കുറച്ച് സ്റ്റുഡൻസ് അവരുടെ യൂണിഫോം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സം സ്റ്റുഡൻസ് പ്രാക്ടീസ്ഡ് ദെയർ പോസസ് ആൻഡ് സ്മൈൽസ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് അവരുടെ പോസ് അവരെങ്ങനെ നിൽക്കണം, അവരെങ്ങനെ സ്മൈൽ ചെയ്യണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എ കപ്പിൾ ഓഫ് സ്റ്റുഡൻസ് ചെക്ക് ദെയർ ഷൂസ്. അതുപോലെ തന്നെ എ കപ്പിൾ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സം എന്നുള്ള മീനിങ് തന്നെയാണ്, അഥവാ ഫ്യൂ സ്റ്റുഡൻസ് എന്ന മീനിങ് തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് അവരുടെ ഷൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവർ ആദ്യം ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഇനി ഇതിന് താഴെയായിട്ടുള്ള 6th ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. ടോട്ടോ ജാൻ വാസ് എക്സൈറ്റഡ് ഓൺ ദ ഈവ് ഓഫ് ദ ടൂർ. ഈ ടൂറിൻ്റെ മുന്നേ തന്നെ ടോട്ടോ ജാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ ടൂർ പോകാൻ വേണ്ടിയിട്ട്. ഷീ കുഡിൻ സ്ലീപ്പ് വെൽ. അവൾക്ക് എന്തായിട്ട് നന്നായിട്ട് ഉറങ്ങാനൊന്നും സാധിച്ചില്ല. വാട്ട് വുഡ് ഹാവ് ബീൻ ഹെർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളൊക്കെ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആങ്സൈറ്റി അല്ലേ, ആങ്സൈറ്റി ഉണ്ടായിരിക്കും അല്ലേ, അവളുടെ മനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള ഒരു ആകുലതകൾ ഉണ്ടായിരിക്കും. അതുപോലെ പിന്നെ എന്ത് കൊടുക്കാം നമുക്ക്? ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. കൂടാതെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ആരോടായിരിക്കും? പാരൻസിനോടൊക്കെ ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ടോട്ടോ ചാൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് താഴെ നോക്കൂ. റൈറ്റ് ദ തോട്ട്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹെർ മൈൻഡ്. അതുപോലെ തന്നെ അവളുടെ മൈൻഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ വേർഡ്സ് ആയിട്ടാണ് ഇപ്പോൾ എഴുതിയത്. അത് നിങ്ങളുടെ അടുത്ത് ഒരു തോട്ട്സ് പോലെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? താങ്ക്സ് മോം. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് മോം, യു ആർ സച്ച് എ ലവ്ലി മോം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. എന്താണ് മോമിൻ്റെ അടുത്ത് താങ്ക്സ് പറയുകയാണ് അല്ലേ. നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള മോമാണ്, അതുകൊണ്ടാണ് എന്നെ ട്രിപ്പിന് പറഞ്ഞയക്കുന്നത്. വാട്ട് വുഡ് ദ ട്രിപ്പ് ബി ലൈക്ക്. എങ്ങനെയായിരിക്കും ട്രിപ്പ് എന്ന് ആലോചിക്കുകയാണ് അല്ലേ. വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്. എന്തൊക്കെയായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് ബ്രിങ് ചെയ്യുന്ന പുതിയ ഡിഷസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡായിരിക്കും അവർ ബ്രിങ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വുഡ് ഇറ്റ് ബി ഫൺ. ഇത് ശരിക്കും ഫണ്ണായിരിക്കുമോ? ഈ ടൂർ എന്ന് പറയുന്നത് ഫണ്ണായിരിക്കുമോ? വിൽ ഐ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഓൺ ദ ട്രിപ്പ്. ഈ ട്രിപ്പിൽ എനിക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഐ കീപ് തിങ്കിങ് അബൌട്ട് ഓൾ ദ അമേസിങ് തിങ്സ് വി വിൽ സീ ആൻഡ് ഡു. എന്താണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാ അമേസിങ് ആയിട്ടുള്ള നല്ല സംഭവങ്ങൾ കാണാനും ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിൽ വി റിയലി ഗെറ്റ് ടു റൈഡ് ദ റെയിൻ. എന്താണ് എനിക്ക് ട്രെയിനിലൊക്കെ എനിക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതുപോലെ തന്നെ വിൽ ദ ഫുഡ് ബി എമ്മി. ശരിക്കും അവിടെയുള്ള ഫുഡൊക്കെ നല്ല എമ്മി ആയിരിക്കുമോ, നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കുമോ? വാട്ട് വിൽ ദ ഹോട്ട് സ്പ്രിങ് ലുക്ക് ലൈക്ക്. എങ്ങനെയായിരിക്കും ആ ഹോട്ട് സ്പ്രിങ് കാണാനൊക്കെ എങ്ങനെയായിരിക്കും? വിൽ ദ വാട്ടർ ബി വാം. ശരിക്കും അത് വാം ആയിട്ടുള്ള വാട്ടർ ആയിരിക്കുമോ? ഐ ആം സോ എക്സൈറ്റഡ് ബട്ട് ദാറ്റ് മൊമെൻറ്റ് ഐ ആം എ ലിറ്റിൽ നെർവസ് ടു. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്, പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് കുറച്ച് നെർവസ് ആണ് ഞാൻ. ബിക്കോസ് ഐ നോ ദിസ് ഈസ് എ വെരി ലോങ് ട്രിപ്പ്. എന്താണ് എനിക്കറിയാം ഇതെന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പാണെന്ന് എനിക്കറിയാം. വാട്ട് ഇഫ് ഐ ഗെറ്റ് ലോസ്റ്റ്. ശരിക്കും എന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? എനിവേ ഐ തിങ്ക് ഐ ക്യാൻ ഷെയർ എ ബ്യൂട്ടിഫുൾ മെമ്മറീസ് വിത്ത് മൈ പാരൻസ്. എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് നല്ല മെമ്മറീസ് എൻ്റെ പാരൻസുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ട്രിപ്പ് എവർ. എന്താണ് ഇത് നല്ല ഒരു ട്രിപ്പായിരിക്കാം ഞാൻ വിചാരിക്കുന്നു, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ടോട്ടോ ചാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th വണ്ണാണ്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ഒരിക്കലും ആ ഒരു സമ്മർ വെക്കേഷൻ്റെ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും മറക്കില്ല.
മേക്ക് ആൻ എൻട്രി ഇൻ ടോട്ടോജാൻസ് ഡയറി. എന്താണ് നമ്മളുടെ അടുത്ത് ടോട്ടോജാൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ടോട്ടോജാൻ. നിങ്ങൾ ടോട്ടോജാനാണെന്ന് വിചാരിക്കുക, എന്നിട്ട് ആ ഒരു ഡയറി നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റീഡ് ദ ബുക്ക് ടോട്ടോജാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ഈ ഒരു ബുക്ക് നിങ്ങളുടെ അടുത്ത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടോട്ടോജാൻ്റെ മെയിൻ ബുക്ക് എന്ന് പറയുന്നത്, ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറി എഴുതി നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഈ ദിവസം മറക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ എന്തൊക്കെ എഴുതാം? ഐ വെൻറ്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ്. ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇറ്റ് വാസ് 3 days ട്രിപ്പ്. എന്താണ്, ഞാൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഐ വാസ് സർപ്രൈസ്ഡ് ആസ് മൈ മദർ അലൗഡ് മീ ടു ഗോ. ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എൻ്റെ മദർ ഇതിന് പോകാൻ സമ്മതിച്ചപ്പോൾ. വി ആർ അസംബ്ഡ് അറ്റ് ദ സ്കൂൾ ബിഫോർ സെറ്റിംഗ് ഓഫ്. ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ സ്കൂളിൽ എല്ലാവരും കൂടെ ഒന്ന് അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഹെഡ് മാസ്റ്റർ ഗേവ് അസ് ഇൻസ്ട്രക്ഷൻ ബിഫോർ ഗോയിങ് ടു ദ ട്രിപ്പ്. ട്രിപ്പിന് പോകുന്നതിന് മുന്നേ തന്നെ ഹെഡ് മാസ്റ്റർ ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വി എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്. അതിനുശേഷം ഞങ്ങൾ എന്താണ്, ഷിപ്പിലേക്ക് കയറി. മൈ ഫസ്റ്റ് ഷിപ്പ് റൈഡ് മെയ്ഡ് മീ എ ബിറ്റ് സീ സിക്ക് ബട്ട് ഇറ്റ് വാസ് ഫൺ. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് റൈഡാണ് അല്ലേ, ഷിപ്പിലുള്ള ഫസ്റ്റത്തെ യാത്രയാണ്. പക്ഷെ അതെന്നെ ഒരു സീ സിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കടലിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അസ്വസ്ഥതയാണ്, അത് എന്നിൽ ഉണ്ടാക്കി. പക്ഷെ അത് ഭയങ്കര ഫണ്ണായിരുന്നു. ദ വാം ഹോട്ട് സ്പ്രിങ് വാസ് വണ്ടർഫുൾ. അതുപോലെ തന്നെ ആ ഒരു ഹോട്ട് സ്പ്രിങ് വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. വി സ്വാം ആൻഡ് പ്ലേഡ് ഇൻ ദ സീ ലേക്ക് ഹാവിങ് അവർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ഞങ്ങൾ ഒരുപാട് നീന്തുകയും കളിക്കുകയും ഒക്കെ ചെയ്തു. എങ്ങനെയായിരുന്നു, ഞങ്ങളുടെ സ്വന്തം ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഞങ്ങൾ അതിൽ കളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്തു. വി മെറ്റ് എ മാൻ ബിൽഡിങ് എ ഹ്യൂജ് വുഡൻ ബോട്ട്. അതുപോലെ തന്നെ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുന്നത്, വുഡൻ ബോട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടു. ദിസ് ട്രിപ്പ് ടോട്ട് മീ ദാറ്റ് ദർ ആർ സോ മച്ച് ബ്യൂട്ടിഫുൾ തിങ്സ് ആൻഡ് പ്ലേസസ് ഇൻ ദിസ് വേൾഡ്. ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ ലോകത്ത് ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ തിങ്സും ഒക്കെ ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചിരുന്നു. ഐ ഫീൽ സോ ലക്കി ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഭാഗ്യവാനാണ്. ഐ നെവർ ഫോർഗോട്ട് ദ എക്സൈറ്റ്മെൻറ്റ് ഓൺ ദ ഷിപ്പ്. ആ ഷിപ്പിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ദ സ്റ്റണ്ണിങ് സീനറി. അതുപോലെ തന്നെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരുപാട് സീനറികൾ. ദ വാം വാട്ടർ ഓഫ് ദ ഓട്ട് സ്പ്രിങ്. ആ ഓട്ട് സ്പ്രിങ്ങിലെ ആ വാം വാട്ടർ, ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അവർ ടീച്ചേഴ്സ് വാസ് സോ കൈൻഡ് ആൻഡ് മെയ്ഡ് ഷുവർ വി ഹാഡ് ദ ബെസ്റ്റ് ടൈം. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര കൈൻഡായിരുന്നു, ഭയങ്കര കൈൻഡായിട്ട് പെരുമാറുകയും നല്ല ബെസ്റ്റ് മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. താങ്ക്സ് ടു എവ്രി വൺ ഹു മെയ്ഡ് മീ ദിസ് ട്രിപ്പ് വാസ് ഓസം. ആരാണോ എൻ്റെ ഈ ട്രിപ്പ് ഇത്രയും മോശമാക്കിയത് അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറി എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ കൂട്ടുകാരെ, 8ാമത്തെ ആക്ടിവിറ്റിയാണ് റീഡ് ദ കോൺവെർസേഷൻ ബിലോ. താഴെ തന്നിട്ടുള്ള കോൺവെർസേഷൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗസൽ പറയാണ്, വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഗാന പറയാണ്, ഐ ആം വാച്ചിങ് എ മൂവി. ഞാനൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസൽ വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് യുവർ ബ്രദേഴ്സ്? നിന്റെ ബ്രദേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഗാന എന്താ പറയുന്നത്? ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസൽ വീണ്ടും ചോദിക്കുകയാണ്, ഈസ് യുവർ സിസ്റ്റർ വിത്ത് ദം? നിന്റെ സിസ്റ്റർ അവരുടെ കൂടെയാണോ? ഗാന എന്താ പറയുന്നത്? നോ, ഷീ ഈസ് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അല്ല, അവൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻ ഓൾ ദീസ് സെൻറ്റൻസസ് സം ആക്ഷൻസ് ആർ ഇൻ പ്രോഗ്രസ്. എന്താണ് ഇവിടെ ആക്ഷൻസ് എന്ന് പറയുന്നത്? പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഇപ്പോൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ചെയ്യാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ആൻ ING ഈസ് യൂസ് ടു ഷോ ഇറ്റ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് ING എന്ന ഫോം ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ വാച്ചിങ്, പ്ലേയിങ്, ഡൂയിങ്, അതൊക്കെ എന്താണ് അവിടെ പ്രോഗ്രസ് ആയിട്ട് സ്റ്റിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് അവിടെ ING എന്ന ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പയർ ദ റെസ്പോൺസസ് ഇൻ ദ എബോവ് കോൺവെർസേഷൻ വിത്ത് ദ വൺ ഗിവൺ ഇൻ ഹോൾഡ് ലെറ്റേഴ്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്. അതുപോലെ നമുക്ക് താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിലെ ബോൾഡ് ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് നമ്മളുടെ അടുത്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് വായിക്കാം. നൗ ദെൻ said the headmaster when they had all assembled to start the trip. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാവരും അവിടെ അസംബിൾ ചെയ്തു, എല്ലാവരും അവിടെ ഗാദർ ചെയ്തു. എന്നിട്ട് സർ പറഞ്ഞു നൗ ദെൻ, എന്നിട്ട് എന്ന രീതിയിൽ പറഞ്ഞു അല്ലേ.
വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. എന്താണ്, നമ്മൾ ട്രിപ്പിലും അതുപോലെ തന്നെ ട്രെയിനിലും ഷിപ്പിലുമാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി വൺ ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് ആരും ഇതിൽ നിന്ന് നഷ്ടപ്പെടാൻ ആവശ്യമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. എങ്കിൽ നമുക്ക് പോകാം എന്ന് പറയുന്നു അല്ലേ. അവിടെ ഏതാണ് ബോൾഡ് ചെയ്തിട്ടുള്ളത് കൂട്ടുകാരെ? വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് എന്നുള്ളതാണ് അല്ലേ. ഹിയർ ആർ 2 more sentences ഓഫ് സെയിം ടൈപ്പ്. ഇതേപോലെയുള്ള 2 സെൻറ്റൻസും കൂടെ തന്നിട്ടുണ്ട്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് കമ്മിങ് ടുമോറോ. പ്രൈം മിനിസ്റ്റർ നാളെ വരുന്നുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. എൻ്റെ ഫ്രണ്ട് അടുത്ത മാസം മാരീഡ് ആവുന്നുണ്ട്. In the above sentences, ing is used to talk about something that is planned for the future. ഇവിടെ എന്താണ്? ഈസ് കമ്മിങ് എന്ന് പറയുന്നത് നാളെയുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ഈസ് ഗെറ്റിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് നടക്കുന്ന കാര്യമാണ്. അഥവാ ഫ്യൂച്ചറിലെ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ ing ഫോമിലാണ് പറയുന്നത്. നാളെ ഞാൻ എറണാകുളം പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ടുമോറോ ഐ ആം ഗോയിങ് ടു അല്ലേ. ഗോയിങ് ടു എറണാകുളം എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അവിടെ ഗോയിങ് ടു എന്നുള്ള ing ഫോമിലാണ് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി താഴെയായിട്ട് ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? നീ ഈ വീക്കെൻഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഐ ആം വിസിറ്റിംഗ് മൈ ആൻറ്റ്. ഞാൻ എൻ്റെ ആൻറ്റിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മെൻഷൻ സം ഓഫ് ദ തിങ്സ് യു പ്ലാൻഡ് ടു ഡു ഡ്യൂറിങ് ദ നെക്സ്റ്റ് വെക്കേഷൻ. അടുത്ത വെക്കേഷനിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് നിങ്ങളുടെ അടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് തന്നിട്ടുണ്ട്. ഐ എം ജോയിൻ ദ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ബിഗിനിങ് ഓൺ 10th April. ഏപ്രിൽ 10 ഞാനൊരു കോച്ചിങ് ക്യാമ്പിൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ പറയാണ്, ഐ ആം ലേണിംഗ് ഹൗ ടു പ്ലേ ദ ഗിറ്റാർ. ഗിറ്റാർ എങ്ങനെയാണ് പ്ലേ ചെയ്യുക എന്നുള്ളത് ഞാൻ ലേൺ ചെയ്യും. ഐ ആം ഗോയിങ് ഓൺ എ റോഡ് ട്രിപ്പ് ഓവർ സ്പ്രിംഗ് ബ്രേക്ക്. ഈ സ്പ്രിംഗ് ബ്രേക്കിൽ ഞാനൊരു ട്രിപ്പ് അല്ലേ, റോഡ് ട്രിപ്പ് പോകാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പോകും. ഐ ആം ഗോയിങ് ടു ഹോം കൺട്രി. ഞാൻ എൻ്റെ ഹോം കൺട്രിയിലേക്ക് പോകും. ഐ ആം അറ്റൻഡിങ് മൈ കസിൻസ് മാരേജ്. എൻ്റെ കസിൻ്റെ മാരേജ് ഞാൻ അറ്റൻഡ് ചെയ്യും. ഐ ആം എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസസ് ഇൻ അവർ ടൗൺ. എൻ്റെ ടൗണിലുള്ള പുതിയ പ്ലേസസ് ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. ഐ ആം റീഡിങ് മോർ ബുക്സ് ആൻഡ് മാഗസിൻസ്. ഞാൻ പുതിയ ബുക്സുകളും കുറേ ബുക്സുകളും മാഗസിൻസ് ഒക്കെ വായിക്കും. ഐ ആം സ്റ്റാർട്ടിങ് എ സ്മോൾ ഗാർഡൻ ഇൻ മൈ ബാക്ക് യാർഡ്. എൻ്റെ ബാക്ക് യാർഡിൽ ഞാനൊരു ചെറിയ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യും. ഐ ആം വിസിറ്റിംഗ് കൊച്ചി ലുലു മാൾ. ഞാൻ കൊച്ചി ലുലു മാൾ വിസിറ്റ് ചെയ്യും. ഐ ആം ട്രൈങ് ടു ലേൺ ന്യൂ ഇംഗ്ലീഷ് വൊക്കാബുലറീസ്. ഞാൻ പുതിയ ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ഒക്കെ ലേൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് 9th ആക്ടിവിറ്റി ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് അനലൈസ് ദ യൂസ് ഓഫ് ദ ഫ്രേസസ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. ബോൾഡ് ലെറ്റേഴ്സിലുള്ള ഫ്രേസസിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. When the ship rocked, one of the older boys stood amidship and ran from one side to the other saying, "Oops." എന്താണ് ആ ഒരു ഷിപ്പിലേക്ക് കയറിയപ്പോൾ ഷിപ്പിലെത്തിയപ്പോൾ കുറേ പേർക്ക് സീ സിക്കൊക്കെ ആയില്ലേ. പക്ഷെ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്നും ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ് അല്ലേ. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീ സിക്ക്. എന്താണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത് വളരെയധികം ഫണ്ണി ആയിട്ടായിരുന്നു. ഒരുപാട് പേർക്ക് ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നപ്പോഴും അവർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം അവർക്കൊക്കെ സീ സിക്കായിരുന്നു. അവിടെ എന്താണ് കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് എന്നുള്ളതാണ് ബോൾഡായിട്ട് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളെടുത്ത് അതിൻ്റെ താഴെയുള്ള പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ബട്ട് മൈ ഫ്രണ്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ എന്താണ് എൻ്റെ കൂട്ടുകാരനക്ക് ഇഷ്ടമാണ്. വി കുഡിൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ്. പക്ഷെ എന്താണ് എനിക്കവിടെ ക്വസ്റ്റ്യനിങ് ചെയ്യാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ദേ വേർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ. അവർ രണ്ടുപേരും ഒരു സീക്രട്ട് കോൺവെർസേഷനിലായിരുന്നു. ഐ കുഡിൻറ്റ് ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം. എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ടേബിൾ നോക്കി നോക്കാം. താഴെയുള്ള ടേബിൾ എന്ന് പറയുന്നത് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ യൂസേജ്, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വായിക്കാം.
ഐ വാസ് സോ ഫണ്ണി, ഞാൻ എന്താണ് വളരെയധികം ഫണ്ണി ആയിരുന്നു. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദേ കുഡിൻറ്റ് കൺട്രോൾ ദംസെൽസ് ഫ്രം ലാഫിങ് ത്രൂ ദേ വേർ സീ സിക്ക്. എന്താണ് അവർക്ക് ആ ഒരു ചിരി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയില്ല, അവർക്ക് വളരെ സീസിക്ക് ആയിരുന്നപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ യൂസേജ് എന്ന് പറയുന്നത് ദേ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് എന്താണ് അവരെ ചിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിൽ, അഥവാ ചിരി അവർക്ക് അടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അടുത്തത് ഹി വാസ് വെരി ടയേർഡ്, അവന് വളരെ ടയേർഡ് ആയിരുന്നു എന്നതാണ് സിറ്റുവേഷൻ. അതിൻ്റെ റെസ്പോൺസ് ആയിട്ടുള്ളത് ഐ ഫെൽറ്റ് സിമ്പതി ടുവേർഡ്സ് ഹിം. അവൻ്റെ എന്താണ് അവനക്കൊരു സിമ്പതി അവനോട് തോന്നി എനിക്ക് അവനോട് വളരെ സിമ്പതി തോന്നി എന്നുള്ളതാണ്. അവിടെ യൂസേജ് ആയിട്ട് എഴുതേണ്ടത് എന്താണ്? ഐ കുഡിൻറ്റ് ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം, എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ നെക്സ്റ്റ് വൺ, ദ ഫിലിം വാസ് ബോറിംഗ് ടു മീ. അവിടെ എന്താണ് റെസ്പോൺസ്? ബട്ട് മൈ ഫ്രണ്ട് ലൈക്ഡ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ യൂസേജ് ആയിട്ട് വരേണ്ടത്. സോ ഐ കുഡിൻറ്റ് ഹെൽപ്പ് സ്റ്റേയിങ് ടു വാച്ച് ടിൽ ദ എൻഡ് എന്നുള്ളതാണ്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേ വേർ ഇൻ എ സീക്രട്ട് കോൺവെർസേഷൻ എന്നുള്ളതാണ്. റെസ്പോൺസ് ആയിട്ട് വരുന്നത് ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഹിയർ ഇറ്റ് ബട്ട് ഐ കുഡിൻറ്റ് ലീവ് എന്നുള്ളതാണ്. യൂസേജ് എന്ന് പറയുന്നത് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഓവർ ഹിയറിങ് വാട്ട് ദേ വേർ സേയിങ്. അവരെന്താണ് പറയുന്നത് എന്ന് എനിക്ക് എന്താണ് കേൾക്കാനൊന്നും പറ്റിയില്ല എങ്കിൽ പോലും എന്നുള്ള അർത്ഥത്തിൽ. ഇനി ദെൻ ദ അതോറിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ റൂൾ എന്നുള്ളതാണ് അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത് ഇറ്റ് വാസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു അസ്. എന്താണ് അവർ അതിൻ്റെ യൂസേജ് ആയിട്ട് വരുന്നത് വി കുഡിൻറ്റ് ഹെൽപ്പ് ക്വസ്റ്റ്യനിങ് ഇറ്റ് എന്നുള്ളതാണ്. അവർക്കത് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, 10ാമത്തെ ആക്ടിവിറ്റി ആണ് നോക്കാനുള്ളത്. റീഡ് ദ ഫോളോയിങ് പ്രൊഫൈൽ, ഇറ്റ് ഈസ് ആൻഡ് ഓൾസോ ഗിവൺ ആസ് എ പാരഗ്രാഫ് ബിലോ. താഴെ നമുക്കൊരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്, അതിന് ബേസ് ചെയ്തിട്ട് അതിനും താഴെയായിട്ട് ഒരു പാരഗ്രാഫും തന്നിട്ടുണ്ട്. ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഓപ്ഷൻസിലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് നിങ്ങളുടെ അടുത്ത് അതിലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു പ്രൊഫൈലാണ്. ആരുടെ പ്രൊഫൈലാണ്? നമ്മുടെ ഓതറുടെ പ്രൊഫൈലാണ് അല്ലേ. ആരാണ്? തെറ്റ്സുക്കോ ക്രിയോനാക്കിയാങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബർത്ത് വന്നിട്ടുണ്ട്, നാഷണാലിറ്റി, പാരൻസ്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, കരിയർ, മേജർ അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ മേജർ വർക്ക്സ്, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് പാരഗ്രാഫ്, നമുക്ക് വായിച്ചു നോക്കാം. ജപ്പാനീസ് റൈറ്റർ തെറ്റ്സുഗോ ക്രിയോനാഗി ഡാഷ്. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഈസ് ഓർ വാസ്. അവിടെ ഏതാണ് വരേണ്ടത്? വാസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, കാരണം എന്താണ്? ഇത് കഴിഞ്ഞു പോയതാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ വാസ് എന്നാണ് കൊടുക്കേണ്ടത്. ബോൺ ഡാഷ് ഇൻ ഓർ ഓൺ ഓഗസ്റ്റ് 9th. അവിടെ എന്താണ് നമ്മൾ ഡേറ്റ് പറയുമ്പോൾ ഓൺ ഓഗസ്റ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഓൺ ഓഗസ്റ്റ് എന്ന് വരും. 1933 ഡാഷ് ടോക്കിയോ. അവിടെ അറ്റാണോ ഇന്നാണോ? ഇൻ ടോക്കിയോ എന്നാണ് വരേണ്ടത്. ദെൻ ഷീ വാസ് ബോൺ ഡാഷ് 2 or 4 എന്നാണ്. അവിടെ എന്താണ്? 2 ആണ്. 2 മൊറിസ്റ്റുന ക്രയോനാങ്കി ആൻഡ് ജോ ക്രയോനാങ്കി. ഷീ ഡാഷ് കംപ്ലീറ്റ്സ് ഓർ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ. അവളുടെ എഡ്യൂക്കേഷൻ എന്താണ്? കഴിഞ്ഞു പോയതാണല്ലോ. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻ കെരിയോ യൂണിവേഴ്സിറ്റി ആൻഡ് ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്. ഷീ ഈസ് ഡാഷ് ആക്ട്രസ്. എ ആക്ട്രസ് ആണോ ആൻ ആക്ട്രസ് ആണോ? ആക്ട്രസ് എന്നുള്ളത് എ എന്ന് പറയുന്നത് വോവൽ സൗണ്ട് ആണ്. സോ ആൻ ആക്ട്രസ് എന്നാണ് വരേണ്ടത്. ആൻഡ് ഡാഷ് ടെലിവിഷൻ പേഴ്സണാലിറ്റി. അവിടെ ആൻഡ് എ ടെലിവിഷൻ എന്നാണ് വരേണ്ടത്. ആൻ ടെലിവിഷൻ എന്ന് വരില്ല. സോ അവിടെ എ എന്ന് കൊടുക്കുക. ദെൻ ഷീ ഈസ് ഡാഷ് ഗുഡ് വിൽ. എ ആണോ ദ ആണോ? ദ ഗുഡ് വിൽ എന്നാണ്. അംബാസിഡർ ഫോർ യുണിസെഫ്. ഷീ ഗോട്ട് മെനി ഡാഷ് അവാർഡ് ഓർ അവാർഡ്സ്. എന്താണ്? അവാർഡ്സ് എന്നാണ് വരേണ്ടത്. മെനി എന്ന് പറയുന്നത് പ്ലൂരലാണ്. സോ അവിടെ അവാർഡ്സ് എന്ന് വരേണം. ലൈക്ക് ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡ്, യുണിസെഫ് ആൻഡ് ജപ്പാനീസ് കൾച്ചറൽ ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ്. ഡാഷ് ഈസ് ദ. അവിടെ എന്താണ്? ഹൂ ആണോ വിച്ച് ആണോ? വിച്ച് ആണല്ലേ. വിച്ച് ഈസ് ദ ഡാഷ്. ഹൈ ആണോ ഹയസ്റ്റ് ആണോ? ഹയസ്റ്റ് എന്ന് വരണം. ഈസ് ദ ഹയസ്റ്റ് ടെലിവിഷൻ ഹോണർ ഇൻ ജപ്പാൻ. ഹെർ മാസ്റ്റർ പീസ് ടോട്ടോ-ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ വെൻറ്റ് ഓൺ ടു ഡാഷ്. സെൽ ആണോ സോൾഡ് ആണോ? ഓൺ ടു സെൽ എന്നാണ്. അപ്പോൾ അവിടെ സെൽ ഓവർ 8 million copies. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു, എല്ലാത്തിൻ്റെയും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.